ഹായ് ഹലോ ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നോക്കുന്നത്. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഒരു കാർഡ് വീണിട്ടുണ്ട്, ഒന്നുകൂടി ഷഫിൾ ചെയ്യാം. ഇവിടെ ആദ്യത്തെ കാർഡ് കണ്ടോ, ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഡെത്ത് ആൻഡ് റീബർത്ത്, ട്രീ ഓഫ് പെന്റക്കിൾ. രണ്ട് കാർഡ് ഉണ്ട്, ക്യൂൻ ഓഫ് സോർട്സ്, ടു ഓഫ് കപ്സ്. ട്രീ ഓഫ് സോർട്സ്, പേജ് ഓഫ് സോർട്സ്, എയ്റ്റ് ഓഫ് കപ്സ്, ടു ഓഫ് പെന്റക്കിൾ. ഒരു കാർഡ് കൂടി എടുക്കാം. ലവേഴ്സ് കാർഡ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് തന്നെയാണ് കാർഡ്സ് മീൻ ചെയ്യുന്നത്. എന്താണോ അവർ ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും ഒരു മാറ്റമാണ് ഇപ്പോൾ നിങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഓരോ കാർഡ്സിന്റെ മീനിങ്ങിലേക്ക് പോവുകയാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആദ്യത്തെ കാർഡ് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇമോഷണൽ ഇന്റലിജൻസിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ലവ് ആൻഡ് കമ്പാഷൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വരുവാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ അവരിലെ എനർജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. കൈ നിറയെ, വലത് കൈ നിറയെ, ഒരു ഹേർട്ട് നിറയെ നിങ്ങളോടുള്ള സ്നേഹത്തെ ഇവിടെ കാണിക്കുകയാണ്. അവർ പറയാണ് മൈ ഇൻറ്റ്യൂട്ടീവ് ഹാർട്ട് ഓപ്പൺലി എക്സ്പ്രസ് ഡീപ്പ് ലവ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം എന്ന് തന്നെയാണ് കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നോക്കുമ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു ബന്ധം എൻഡായി പോയി എന്ന് നിങ്ങൾ കരുതിയതാണ്. എന്നാൽ റീബർത്ത് ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. സൈക്കിൾ നിങ്ങളിലേക്ക് തിരികുകയാണ്, റീബർത്ത് സംഭവിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷനെ തന്നെയാണ് കാണിക്കുന്നത്. പുതിയ വിശ്വാസങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവും ഇവിടെ കാണിക്കുന്നു. എന്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് ഇവിടെ ചേഞ്ച് സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ എൻഡിങ് സംഭവിക്കുന്നില്ല, അവയർനെസ് ആണ് സംഭവിക്കുന്നത്. ആ ഒരു പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗിനിങ് ആയിട്ട് തന്നെയാണ്, ന്യൂ ബിഗിനിങ് എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ട്രീ ഓഫ് പെന്റക്കിളിന്റെ എനർജി ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് വരും ദിവസത്തിൽ 3 ദിവസത്തിനുള്ളിൽ വരുന്ന യാത്രയെ കാണിക്കുന്നു. 3 എന്നാണ് എനർജി വരുന്നത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നേടുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കുകയും നിങ്ങൾ നേടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മാനിഫെസ്റ്റിംഗ് ടുഗദർ എന്നാണ്. എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾ കുറച്ച് പേര് ഒരുമിച്ചാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒരു ആഗ്രഹത്തെ ഒരുപാട് പേര് ഒരുമിച്ച് ആഗ്രഹിക്കുക പറയില്ലേ, ആ ഒരു എനർജിയാവും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പെന്റക്കിളിന്റെ എനർജി കൂടുതൽ കാണിക്കുന്നു. അപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യമാവാം, ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ തന്നെയല്ല, ആ ഒരു കാര്യം സക്സസിലേക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളെയാണ് ക്യൂൻ ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. തോട്ട് ലീഡറായി നിങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഡിസിഷൻ മേക്കിങ്ങിനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. നിങ്ങൾ എടുക്കുന്ന തീരുമാനം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് കൊണ്ടുവരുന്നത്. എക്സലന്റ് കമ്മ്യൂണിക്കേറ്ററാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ബീയിങ് ഡയറക്റ്റ്, സീക്കിംഗ് ട്രൂത്ത് എന്നുള്ളൊരു കാര്യം പറയുന്നു. നിങ്ങളുടെ എനർജിയാണ് സത്യത്തെയും നീതിയെയും മുറുകെ പിടിക്കുന്ന, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഹോണസ്റ്റി എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഇതിനെ ചൊല്ലിയാവാം.
അപ്പോൾ സത്യസന്ധത എന്നുള്ളൊരു കാര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ എനർജി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടണമെന്ന് പറയുന്നു. ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. പേഴ്സണിൽ നിന്നാവാം. ഇവിടെ ടു ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അവരുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു സോൾമേറ്റ് കണക്ഷനെ ഫീൽ ചെയ്യുന്നു. നിങ്ങളും അവരും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഈ കാർഡും പറയുന്നതും അൺകണ്ടീഷണൽ ലവ് ആണ്, റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്, ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൈഫ് ലോങ് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു ന്യൂ കണക്ഷന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. എല്ലാ തരത്തിലും നിങ്ങളും അവരും നിങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള ആ ഒരു നിമിഷം അതാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളത് പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിവ് വരുമ്പോഴാണ് നിങ്ങളെന്ന വ്യക്തിയിലെ ആ ഒരു പോസിറ്റീവ് എനർജി മനസ്സിലാകുന്നതും അവർക്ക് അവരായിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ളത്, അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളാണെന്നുള്ള തിരിച്ചറിവ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ആ ഒരു സ്നേഹം കൈമാറുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അവരുടെ എനർജി 3 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. പെയിൻഫുൾ എന്നാണ് പറയുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതവർക്ക് വേദനയുണ്ടാക്കി എന്നാണ് പറയുന്നത്. നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടാവാം, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസ്പിറേഷൻ അഗെയിൻ എന്ന് പറയുന്നത് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം നിങ്ങളെ കാണുവാനായിട്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഇൻസ്പിറേഷൻ കിട്ടുകയാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഹോപ്പ് തന്നെയാണ് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതെ, അവരുടെ ലക്ഷ്യങ്ങളെയാണ് പേജ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഒരു വ്യക്തി, അത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ്. ഇന്ന് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അറിയുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ കരിയറിൽ അവർ കുറേ കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് കാണിക്കുന്നു. ലേണിംഗ് ന്യൂ തിങ്സ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു സ്റ്റുഡൻറ് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അപ്പോൾ അവരുടെ ലൈഫിലേക്ക് പ്രോഗ്രസ് വരുവാനായിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയെയും ഇവിടെ കാണിക്കുന്നു, അവരുടെ ലക്ഷ്യങ്ങളെയും കാണിക്കുന്നു, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജിയെ കാണിക്കുന്നു. അവർ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് അവരിലേക്ക് അവസരങ്ങൾ കൊണ്ടുവരുന്നത്, അവരുടെ ലൈഫ് പ്രോഗ്രസ്സിൽ എത്തിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജിയും കാണിക്കുന്നു. അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്, നിങ്ങളെ കാണാനായിട്ട് അത്രയും ആഗ്രഹിക്കുകയാണ്. 2 കാർഡ് ഉണ്ട്. 2 ഓഫ് പെന്റക്കിൾ എനർജി, ഒരു ബാലൻസ് സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ കരിയറിനോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജീവിതത്തെ അവർ പദ്ധതിയിടുന്നുണ്ട്. ആ ഒരു പ്ലാനിങ്ങിനെയാണ് കാണിക്കുന്നത്. ഒരു ബാലൻസ് തന്നെയാണ് അവർ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സീക്കിംഗ് ഹാർമണി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളും അവരുടെ തിരിച്ചുവരവിനായിട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അവരുടെ പ്ലാനിങ്ങിനെ കാണിക്കുന്നു. നൈറ്റ് ഓഫ് കപ്സ് കാർഡ് ക്ലാസിക് ആയിട്ടുള്ള റൊമാൻറ്റിക് ഫീലിങ്സിനെ തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളെ കാണുവാനായിട്ട് അവർ പദ്ധതി ഇട്ടിരുന്നു, അവസരം തന്നെയാണ് നഷ്ടപ്പെട്ടത്. വീണ്ടും പരിശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നു. സീക്കിംഗ് കണക്ഷൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെയേറെ സ്നേഹം നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ തന്നെയാണ് അവർക്ക് ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആയിട്ട് കാണിക്കുകയാണ്. നിങ്ങൾ വേണം, നിങ്ങളില്ലെങ്കിൽ അവർക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഫൈനൽ കാർഡ് കണ്ടോ, ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് തന്നെ അവരെ ബോധിപ്പിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ, ഇന്ന് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളെപ്പോലെ അവരെ സ്നേഹിച്ചിട്ടുള്ള വ്യക്തികൾ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് അവരിലേക്ക് ഇപ്പോൾ സംഭവിക്കുന്നത്. ഹാർമണി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇവിടെ. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് പാർട്ട്ണർ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഹെൽത്തി ബൗണ്ടറി വെച്ചുകൊണ്ട് നിങ്ങളുടെ ബസ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ റീബർത്ത് സംഭവിക്കുന്നത്. എവിടെയും എൻഡായി പോകുന്ന ഒന്നല്ല. ഇന്ന് ഈ ഒരു ബന്ധത്തിൽ, ഈ ഒരു ലവിൽ അവർ ട്രസ്റ്റ് ചെയ്യുന്നു എന്നാണ്. ആദ്യമൊക്കെ നിങ്ങളും അവര് സെപ്പറേഷൻ വരാൻ കാരണം മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, ഇത് അത്രയ്ക്ക് കണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ അത്ര പ്രണയമൊന്നുമില്ല, ഇത് വെറുതെ ചുമ്മാ തോന്നിയിട്ടുള്ള ഒരു പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം.
അപ്പോൾ അവർക്കൊരു വിശ്വാസക്കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവർ ആ പ്രണയത്തിൽ വിശ്വസിക്കുന്നു എന്നാണ്. ടൈം കാർഡാണ് നോക്കുന്നത്. ഇവിടെ 2 കാർഡ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഒരു കാർഡ് കൂടി എടുക്കാം. അപ് ടു 9 വീക്സ് എന്നുള്ളൊരു കാർഡാണ്. ഡേറ്റ് ആണ് ഓൺ ഡേറ്റ് 1/10/1928 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് ഫാദേഴ്സ് ഹെൽപ്പ്. അപ്പോൾ ഒരു ഫാദർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. എങ്ങനെയാണോ നിങ്ങൾക്കൊരു ഹെൽപ്പ് വരുന്നത്, ആ ഒരു ഹെൽപ്പ് ഡേറ്റും യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. എങ്ങനെയാണോ നിങ്ങളിലേക്ക് ഒരു ഹെൽപ്പ് വരുന്നത്, ആ ഒരു ഹെൽപ്പിനെയും ഡേറ്റിനെയും യൂണിവേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. ഏതാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യുക. ആഫ്റ്റർ 2 വീക്സ്, 2 ആഴ്ച കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആഫ്റ്റർ 2 വീക്സ് 1/10/1928 അപ് ടു 9 വീക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ്സിൽ ഏതാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം. ഒറക്കിൾ ഡെക്ക് എടുക്കുകയാണ്. Indecisive. I know my inability to make a decision hurt you. അപ്പോൾ അവരെടുത്ത തീരുമാനം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് അവർ തിരിച്ചറിയാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് അവർ എത്തിയെന്നാണ് പറയുന്നത്, അല്ലേ? അവരുടെ തീരുമാനം തെറ്റായി പോയി എന്ന് തന്നെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. സ്പേസ്. വീണ്ടും നിങ്ങളുടെ എനർജി. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. നിങ്ങൾ പറയുന്നത് എനിക്ക് കുറച്ചുകൂടി ചിന്തിക്കാനായിട്ട് അവസരം വേണമെന്നാണ്, സമയം വേണമെന്നാണ്. ചേസർ. ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ. ചേസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്തിരുന്നു, ഇനി ഡയറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറെ ആയില്ലേ മറിഞ്ഞിരുന്നു കൊണ്ട് ചേസ് ചെയ്യുന്നേ. സീക്രട്ട്. ഐ ഹാവ് ഇറ്റ് ടോൾഡ് യു എവറിത്തിങ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്, അത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറേ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓവർവെൽമഡ്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. അപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നാണ്. അവരെ അങ്ങനെ തളർത്തിക്കളയാ പറയില്ലേ, അപ്പോൾ അതിൽ നിന്നുള്ള സമ്മർദ്ദം അവരെ തളർത്തിക്കളയുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് വളരെയേറെ വേദന ഉണ്ടാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാ രീതിയിലും പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ കേട്ടോ. എസ്കേപ്പ്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. അപ്പോൾ കാര്യങ്ങൾ വഷളായപ്പോഴാണ് ഞാൻ പോയതെന്ന് അവർ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ പോയതെന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഹാബിറ്റ്സ്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴേ നമുക്ക് മാറ്റം സംഭവിക്കുമോ എന്നവർ ചിന്തിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ആദ്യം നമ്മൾ ഒരാളില്ലെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു. എന്നാൽ കുറച്ചൊക്കെ തിരിച്ചറിവ് വന്നിട്ടുണ്ട്, എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലായിട്ടുണ്ട്. ഹോൾഡിംഗ് ബാക്ക്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. ഞാൻ കുറച്ചും കൂടി പ്രകടിപ്പിക്കണമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ എൻ്റെ സ്നേഹം ഞാൻ അത്രയുണ്ട് പ്രകടിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണോ എൻ്റെ പേഴ്സൺ പോയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഡെസ്റ്റിനി. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. അപ്പോൾ ശരിയായ വഴി തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ശരിയായ വഴി ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്, നിങ്ങളാണ് ശരിയെന്ന്. ഡിസ്ഹോണസ്റ്റി. ബൈ ലൈൻ ഐ റെപ്പിറ്റ് ആസ് എ പാർട്ട്. അപ്പോൾ കള്ളങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങളോട് അവർ പറയും. ആ സീക്രട്ട് കാർഡ് കണ്ടോ? അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അവർ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ തുടക്കം എന്ന് പറയുന്നത് അവരുടെ എനർജി തന്നെയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു കാർഡും കൂടി എടുക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ഡാമേജ്. വെൻ വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. അപ്പോൾ രണ്ടുപേരും ഇതിൽ വേദനിക്കുന്നു. ഈ ഒരു സെപ്പറേഷനിൽ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് വേദനിക്കുന്നത് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു തിരിച്ചറിവിനായിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. യൂണിവേഴ്സായിട്ട് തന്നെ ഒരു ഡിവൈൻ കണക്ഷനായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തിരിച്ചു വരും, ഉറപ്പാണ്.
അപ്പോൾ ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിബ്സ്.